ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് കാടമുട്ട കബാബാണ്. അതിനു വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കാടമുട്ട പുഴുങ്ങിയത് 12 കാടമുട്ടയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തോല് കളഞ്ഞ് ഒടിച്ചെടുത്തത്. 2 മീഡിയം സൈസ് ഉള്ളി ചെറുതായി അരിഞ്ഞു വെച്ചത്. 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞു വെച്ചത്. 1 കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്. അല്പം മല്ലിയില അരിഞ്ഞു വെച്ചത്. അടുത്തതായി നമുക്ക് ആവശ്യമുള്ളത് ബ്രെഡ് പൊടിയാണ്. ഞാനിവിടെ 4 ബ്രെഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തതായി 2 മുട്ടയിലേക്ക് അല്പം പാൽ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചത്. മസാല തയ്യാറാക്കുവാൻ വേണ്ടി ഒരു പാൻ ചൂടാക്കാം. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായതിനു ശേഷം തീ അല്പം കുറച്ച് വെച്ച് ചതച്ച് വെച്ച ഇഞ്ചി അതിലേക്ക് ഇടുക. ഇഞ്ചി വഴറ്റിയതിന് ശേഷം അരിഞ്ഞു വെച്ച ഉള്ളി അതിലോട്ട് ചേർക്കുക. ഉള്ളി നന്നായി ഇളക്കിയതിന് ശേഷം അരിഞ്ഞു വെച്ച പച്ചമുളക് അതിലേക്ക് ചേർക്കുക. ഇനി ഇതിലോട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഉപ്പ് ചേർത്ത ശേഷം നന്നായി മിക്സ് ചെയ്ത് ഉള്ളി വഴറ്റിയെടുക്കുക. ഉള്ളി ഇടയ്ക്ക് നന്നായി ഇളക്കി കൊടുക്കണം. കരിഞ്ഞു പോവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഉള്ളി നന്നായി വാടി ബ്രൗൺ കളർ ആയതിനു ശേഷം അതിലോട്ട് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്ത മസാലയിലോട്ട് നേരത്തെ പുഴുങ്ങി ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം. അവസാനമായി നേരത്തെ അരിഞ്ഞു വെച്ച മല്ലിയില കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം തീ ഓഫ് ചെയ്യുക. തയ്യാറാക്കിയ മസാല ഉപയോഗിച്ച് കാടമുട്ട ഓരോന്നായി പൊതിഞ്ഞെടുക്കാം. അതിനായി കയ്യിൽ അല്പം എണ്ണ തടവിയതിന് ശേഷം ഒരു കോഴിമുട്ട വലുപ്പത്തിലുള്ള ബോൾസ് ആക്കി കയ്യിൽ വെച്ച് നന്നായി പരത്തിയെടുക്കുക. അതിലേക്ക് ഒരു കാടമുട്ട വെച്ച് കവർ ചെയ്തെടുക്കുക. ഇങ്ങനെ ഓരോ കാടമുട്ടയും മസാല ഉപയോഗിച്ച് കവർ ചെയ്തെടുക്കുക. ഇനി നമുക്ക് കാടമുട്ട കബാബ് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ എണ്ണ ഒരു പാനിലോട്ട് ഒഴിക്കാം.
എണ്ണ ചൂടാവുന്ന സമയം കൊണ്ട് നമ്മുടെ കാടമുട്ട കബാബ് നമുക്ക് ബ്രെഡ് പൊടിയിൽ കവർ ചെയ്തെടുക്കാം. അതിനായി മിക്സ് ചെയ്തിരിക്കുന്ന മുട്ടയിലോട്ട് ഓരോ ബോൾസ് എടുത്ത് മുക്കിയതിന് ശേഷം ബ്രെഡ് പൊടിയിൽ കവർ ചെയ്തെടുക്കുക. എണ്ണ നന്നായി ചൂടായാൽ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം ഓരോ ബോളും എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ തിരിച്ചും മറിച്ചുമിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. അധികം നേരം വെച്ചാൽ കരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട്. എല്ലാ വശവും നന്നായി ഫ്രൈ ചെയ്തതിന് ശേഷം വേറൊരു പാത്രത്തിലോട്ട് മാറ്റാവുന്നതാണ്. അങ്ങനെ നമ്മൾ കാടമുട്ട കബാബ് തയ്യാറാക്കിയിരിക്കുകയാണ്. ഇതുപോലുള്ള വീഡിയോസ് കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക.